ഇവിടെ ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഈ 56 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ സംഖ്യകൾ പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നുള്ളത്. ഈ പാവപ്പെട്ട മോദിജി ഇത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ? 56 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ എങ്ങോട്ട് കിടക്കുന്നത് അത്ര. എൻ്റെ അല്ലോ, ഞാൻ തന്നെ തടി കൂടിയിട്ട് ഒരു രക്ഷയില്ല. 56 ഇഞ്ചിൻ്റെ ഉള്ളിലൊന്നും മനുഷ്യന്മാർ കയറില്ല. മനുഷ്യന്മാർ വേണ്ട, 56 വേണ്ട. നമ്മൾ ഏതായാലും ചുരുക്കിയിട്ട് ഏകദേശം ഒരു 6 ഇഞ്ചിലോട്ട് ചുരുക്കാം നമുക്ക്. നമ്മൾ സമ്മതിച്ചു. ട്രംപ് നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ കേട്ടോളാം എന്നും പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ പോലെ ഓക്കെ ഓംബ്ര എന്നും പറഞ്ഞിട്ട് പഴയ RSSന്റെ പഴയ ശീലം തന്നെ ഓംബ്ര ഷൂ നക്കൽ. ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ വീണ്ടും അങ്ങോട്ട് കിട്ടിയ സമയത്ത് എന്തായി, നമുക്ക് ട്രേഡും മാറി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇത് തന്നെയായിരുന്നല്ലോ മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്നലത്തോടു കൂടി നമ്മളൊരു 6 ഇഞ്ചായിട്ട് നമ്മുടെ എന്താ പറയുക നെഞ്ചളവ് ചുരുക്കിയിട്ടുണ്ട്. ഇനി 56 ഇഞ്ചൊന്നും ഇല്ല കേട്ടോ. 6 ഇഞ്ചിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. 56 നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മക്കളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 56ന്റെ കനമൊക്കെ അത് കുറഞ്ഞ് ഇപ്പം നമ്മൾ 6 ഇഞ്ചിലോട്ട് ചുരുങ്ങിയപ്പം നമുക്ക് മെച്ചമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. മെച്ചത്തിന് മെച്ചം തന്നെ പറയണം. നമ്മളിത് വാശി പിടിച്ചിട്ട് എനിക്ക് 56 ഇഞ്ച്, ഞാൻ വിശ്വഗുരുവാണ്, കുട്ടി ദൈവമാണ്, ഞാൻ എന്താ പറയുക ബയോളജിക്കൽ ഉണ്ടാക്കി വിട്ടതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ട്രംപ് എന്ത് പറയുന്നു അങ്ങോട്ട് നമ്മൾ എത്തി. അടിയോടടിയായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. എന്തായിരുന്നു ട്രംപ് 25% 50% ആക്കിയിരുന്നൊക്കെ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പഴയതുപോലെ കുറച്ച് തരും. നമ്മൾ വിട്ടെടുത്തില്ല. 56 നമ്മൾ 126 ആക്കി വെച്ച അവിടെ അടുത്തത് ഇങ്ങോട്ട് കൊണ്ടിട്ടുന്നു. അതായത് നിങ്ങൾ റഷ്യനെ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത പണി തരാൻ പോവാണ്. നമ്മളിവിടുത്തെ H1B വിസക്കാർക്കും എല്ലാവർക്കും അടുത്ത പണി കൊടുത്തു. അന്ന് നമ്മൾ വിട്ടെടുത്തില്ല. 126 നമ്മൾ 136 ആക്കി അവിടെ വെച്ചു. വിട്ടുകൊടുത്തില്ല. നമ്മൾ നേരെ എന്ത് ചെയ്തു? നേരെ ചൈനയിലോട്ട് പോയി. ഈ മുള തക്കിയല്ല, മറ്റേ മുള വാങ്ങാൻ വേണ്ടി നമ്മൾ വയനാട്ടിലോട്ട് പോയി ചെലവ് ഇത്രയെന്ന് പറഞ്ഞ പോലെ ട്രേഡ് തപ്പി നമ്മൾ ചൈനയിലോട്ട് പോയി ചെലവ് ഇത്ര, ഒരു തേങ്ങയും കിട്ടിയില്ല, മൂഞ്ചി തെറ്റി തിരിച്ചു വന്ന്. നമ്മൾ ജപ്പാനിലോട്ട് പോയിട്ട് ഒന്നും കഴിഞ്ഞില്ല. നമ്മൾ അങ്ങനെ പല രാജ്യങ്ങളിലോട്ട് നമ്മൾ വിദേശ ട്രിപ്പുകൾ അടിച്ചു, ഒന്നും ചെയ്യാണ്ട് അവസാനം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഇരുന്നു. ട്രംപ് പലവട്ടം വിളിച്ചു, ഫോൺ എടുത്തില്ല. നമുക്ക് പറയാനൊന്നുമില്ല. പലവട്ടം ട്രംപ് വിളിച്ചു, നമ്മൾ ഫോൺ എടുത്തില്ല. അവസാനം ട്രംപ് വന്ന് പറഞ്ഞു, ഇയാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ പ്ലീസ് ഞാൻ ഒന്ന് വന്നോട്ടെ ട്രംപേ, എനിക്കൊന്ന് അങ്ങോട്ട് വരണമായിരുന്നു ട്രംപേ, 4 PR ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ട്രംപേ എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് പ്ലീസ് ചെയ്യും. അപ്പോൾ ട്രംപ് സമ്മതിച്ചു. അത് പറഞ്ഞ് ട്രേഡിന്റെ കാര്യം സംസാരിക്കാൻ ട്രംപ് വിളിച്ചാലും ഫോൺ എടുക്കില്ല, നമ്മളായിട്ട് അങ്ങോട്ട് വിളിക്കില്ല. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇറാനിലെ ചബാർ തുറമുഖത്തിനും കിട്ടി ഉപരോധം. അത് നമ്മുടേതാണ് തുറമുഖം. അങ്ങനെ നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ പറ്റും അവിടെയൊക്കെ പണി കിട്ടി. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവസാനം വന്ന് യൂറോപ്യൻ ട്രേഡ്. നമ്മൾ വിചാരിച്ചു യൂറോപ്യൻ ട്രേഡ് വരുന്നതോടുകൂടി, യൂറോപ്പിലെ ഫ്രീ ഡീൽ ട്രേഡ് വരുന്നതോടുകൂടി നമ്മൾ അമേരിക്കനെ കവച്ച് വെക്കുമെന്ന് നമ്മുടെ നാട്ടിലെ സകല സംഖ്യകളും വിളിച്ചു പറഞ്ഞു. ട്രേഡ് അടുത്ത കൊല്ലം വന്നാലായി, വന്നില്ലെങ്കിലായി. ഏതായാലും ധാരണയിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ കൂപ്പ് കുത്തി താഴോട്ടാണ് പോകുന്നത്. എന്താ അങ്ങനെ? നമ്മൾ വലിയ ട്രേഡുകളിലോട്ട് അല്ലെ വലിയ 10-27 രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡിലോട്ട് പോവില്ലേ? എന്നിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു ചേഞ്ചും ഇല്ല. അത് കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ നമ്മുടെ പട്ടുസാരി എടുത്ത് വന്ന ഒരു വലിയ ബഡ്ജറ്റ് ആയിട്ട് വെച്ചെന്ന്. ബഡ്ജറ്റ് അങ്ങോട്ട് വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ കുത്തി കയറും നമ്മുടെ നിഫ്റ്റിയും എല്ലാം കൂടെ. ഇതാ കിടക്കുന്നത് 18 ലക്ഷം കോടി താഴോട്ട്. കഴിഞ്ഞ 2 ആഴ്ച ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയും. അതായത് യൂറോപ്യൻ ട്രേഡ് നമ്മൾ റിലീസ് ചെയ്തു, നടക്കും എന്ന് നമ്മൾ റിലീസ് ചെയ്തല്ലോ, ന്യൂസ് വന്നല്ലോ. നമ്മുടെ ബഡ്ജറ്റ് വന്നു. എന്നിട്ട് 18 ലക്ഷം കോടിയുടെ സ്റ്റോക്കാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ പൈസ ചിലവാക്കിയ പൈസ പോയത്. അത് കഴിഞ്ഞ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞിട്ടോ, നമ്മളപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല ബാക്കിയെ. ഡൊണാൾഡ് ട്രംപ് വന്ന് ഒരു പോസ്റ്റ്, ജസ്റ്റ് ഒരു പുള്ളിയുടെ എന്താ പറയുക ട്വീറ്റല്ല മറ്റേ ട്രൂത്ത് സോഷ്യലിൽ വന്നൊരു ഒറ്റ പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ. മോദി വിളിച്ചു, മോദിനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഡീലായിട്ടുണ്ട്. നമ്മൾ 50% എന്നുള്ളത് 25 അല്ല 25-ന് താഴത്ത് 18% ആക്കിയിട്ട് നമ്മൾ എന്താ പറയുക തീരുമാനമാക്കുന്നുണ്ട്. മോദി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ ഇനി റഷ്യ എന്നുള്ള എണ്ണ വാങ്ങൂല എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല അമേരിക്കയുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട് 0 തീരുവ. നമ്മൾ അങ്ങോട്ട് അയക്കുമ്പോൾ നമ്മൾ 18% കൊടുക്കണം. അമേരിക്ക അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പം 0 തീരുവയിൽ സമ്മതിച്ച് തന്നിട്ടുണ്ട്. ഇനി ആ കൂട്ടത്തിൽ പാലുൽപ്പന്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ ജനിതക മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങളുണ്ടോ, കോളുണ്ടോ ഒക്കെ അറിയില്ല കേട്ടോ. ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സകല കൃഷിക്കാർ മുഞ്ചിത്തെറ്റും. അതല്ലെങ്കിൽ BJPക്ക് ഇവിടുത്തെ കൃഷിക്കാർ നന്നായില്ലെങ്കിൽ എന്ത്, അദാനി അംബാനി നന്നായാൽ മതി. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വന്നപ്പം നമ്മുടെ ഇന്നലത്തെ, അതായത് കഴിഞ്ഞ ബജറ്റ് എന്ന് പറഞ്ഞ സമയത്ത് 600 നിഫ്റ്റി താഴോട്ട് പോകുന്ന നിഫ്റ്റിയാണ് 800-1000 ക്രോസ് ചെയ്ത് മേലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, US-ഉമായിട്ടുള്ളൊരു ട്രേഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ US-ഉമായിട്ട് മര്യാദയ്ക്ക് ട്രേഡ് ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇന്ത്യൻ IT മേഖലയിൽ വന്ന എഫക്റ്റുകൾ, H1B വിസ എഫക്റ്റുകൾ, പിന്നെ ഈ റഷ്യൻ ക്രൂഡ് വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചബാർ തുറമുഖത്തിന് വന്നിട്ടുള്ള ഉപരോധങ്ങൾ, പല സംഭവങ്ങളും ഇതൊക്കെ വേണ്ടാന്ന് വെക്കായിരുന്നു. തുടക്കത്തിൽ ഈ പറഞ്ഞ
PR വേണ്ടി മാത്രം കോൾ ചെയ്യാത്ത ജി ഇതിനു വേണ്ടിയും കൂടെ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നേനെ. അതൊന്നും നടക്കാണ്ട് നമ്മളിവിടുത്തെ സംഗീതരും കാണിച്ച് വമ്പത്തരം കാണിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് രാവിലെ വന്ന് ചില ഊളകൾ വന്ന് പറയുന്നുണ്ട്, ഓ മോദിജി നിങ്ങൾ ഭയങ്കരനാണ് ജി, ട്രംപ് നിങ്ങളുടെ മുമ്പിൽ മുട്ട് കുത്തി. എടാ മുട്ടെല്ലാം കിടുങ്ങാമണി വരച്ചു ആർക്ക്? നമ്മുടെ ജീൻ്റെ. അതെന്താന്ന് കൂടെ മനസ്സിലായില്ല. ഞാൻ ഇത്രയും കഥ പറഞ്ഞു തന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണ്? അതായത് നമ്മളോട് പറഞ്ഞത് റഷ്യൻ എണ്ണ വാങ്ങരുത്. അപ്പോൾ അവസാനം എന്തായി? നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല എന്ന് മോദിജി ഉറപ്പ് കൊടുത്തു. ട്രംപ് പച്ചക്ക് ട്രൂ സോഷ്യലിൽ വീണ്ടും എഴുതി വെച്ച്. കഴിഞ്ഞ നവംബർ മുതൽ ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങിച്ചിരുന്ന റിലയൻസ് കമ്പനി നവംബർ മുതൽ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് റിലയൻസ് കമ്പനി ഒഫീഷ്യലി അവരുടെ എന്താ പറയുക ന്യൂസ് പുറത്തോട്ട് വിട്ടു. ഇന്ത്യയുടെ മറ്റ് കമ്പനികൾ അവിടെ നിന്നുള്ളത് നിർത്തി. അത് നിർത്തിയോടുകൂടി ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. കൂട്ടത്തിൽ ഇന്ത്യക്ക് വേറെ കുറേ അടി കിട്ടുകയും ചെയ്തു. ഈ വിസയുടെ കാര്യത്തിലും തുറമുഖത്തിൻ്റെ കാര്യത്തിലും പല കാര്യങ്ങളിലും. അവസാനം US ഇങ്ങോട്ട് വിടുന്ന സാധനങ്ങൾക്ക് 0 തീരുവ. അവിടെ അവർ ഫ്രീ ആയിട്ട് സാധനം വിട്ടിട്ട് ഇവിടെ വെക്കും. അവിടുത്തെ കൃഷി ഇതൊക്കെ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട സകലെണ്ണത്തിനും കിട്ടി പണി, 4-8 പണി. ഇതൊന്നും അറിയാണ്ട് പട്ടിണി കിടന്ന് നടക്കുന്ന സംഖ്യകൾ വന്നിട്ട് ഇവിടെ വലിയ വലിയ സോഷ്യൽ മീഡിയ പോസ്റ്റും അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ വിവരം കെട്ട മാനം കെട്ട ജാതികൾക്ക് വല്ലതും അറിയുന്നുണ്ടോ? നാണം കെട്ടിയിരിക്കുന്നത് നമ്മളാണ്. ഇപ്പം പുതുതായിട്ട് കൊണ്ടുവന്ന സാധനമല്ല ഇത്. കുറേ കാലങ്ങളായിട്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ പണ്ട് സവർക്കർ കത്തെഴുതിയല്ലേ, സവർക്കർ ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് ആദ്യം കത്തെഴുതി, രണ്ടാമത്തെ എഴുതി, മൂന്നാമത്തെ എഴുതി, നാലാമത്തെ എഴുതി, ഒരു രക്ഷയില്ല. അവസാനം ഷൂ അങ്ങോട്ട് നക്കി, അപ്പം ജയിലിൽ നിന്നിട്ട് പുറത്തിറങ്ങി. അത് തന്നെ ഇവിടെ നടന്നത്. ട്രംപ് ആദ്യം വിളിക്കാൻ പറഞ്ഞ് വിളിച്ചില്ല, രണ്ടാമത് വിളിക്കാൻ പറഞ്ഞ് വിളിച്ചില്ല, മൂന്നാമത് പറയാൻ വിളിച്ചില്ല, നാലാമത്തെ പണി മൊത്തം അങ്ങോട്ട് കൊടുത്തു. അവസാനം 5-ാമത് നമ്മളങ്ങോട്ട് ഷൂ നക്കി. നമ്മൾ സമ്മതിച്ചു, ട്രംപ് നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ കേട്ടോളാം എന്നും പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ പോലെ ഓക്കെ ഓംബ്ര എന്നും പറഞ്ഞിട്ട് പഴയ RSSന്റെ പഴയ ശീലം തന്നെ ഓംബ്ര ഷൂ നക്കൽ. ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ വീണ്ടും അങ്ങോട്ട് കിട്ടിയ സമയത്ത് എന്തായി? നമുക്ക് ട്രേഡും മാറി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇത് തന്നെ ഇരുന്നാലും മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇക്കാരണത്താൽ റഷ്യ ആയിട്ടുള്ള ബന്ധം ഏത് അവസ്ഥയിലോട്ട് പോകും എന്നുള്ളത് നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? റഷ്യയുടെ എണ്ണ ഓൾറെഡി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് 90% കുറച്ച് 10% വാങ്ങിക്കുന്നുള്ളൂ. ഇനി റഷ്യ ആയിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇതോടുകൂടി പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. ഇനി നമ്മൾ വലിയ പൈസക്ക് വെനിസ്വലയിൽ നിന്നും US കയ്യിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി ഇവിടെ എത്ര കുറഞ്ഞ പൈസക്ക് വാങ്ങിച്ചാലും 110 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പൈസക്ക് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 200 ആയിന്ന് വരും. ഏത് പെട്രോളിൻ്റെ 1 ലിറ്ററിൻ്റെ പൈസ. അപ്പോഴും സംഖ്യകൾ മൂത്രം ഒഴിച്ചോ അല്ലെങ്കിൽ പശുമ്പൻ്റെ മൂത്രം വണ്ടിയിൽ ഒഴിച്ചോ വണ്ടി ഓടൂല. അപ്പോൾ അതും മനസ്സിലാക്കണം. ഇനി അതും പോട്ടെ, അവിടെ കിട്ടി അതങ്ങനെ വലിയ പണികൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയനായിട്ട് അമേരിക്കയായിട്ട് തെറ്റി നിൽക്കുന്ന സമയത്താണ് യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ട്രേഡ് നമ്മൾ സൈൻ ചെയ്യും, അടുത്ത വർഷം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയിൽ ഡീൽ ഉറപ്പിച്ച ശേഷം ഇനി അത് നടക്കും എന്നുള്ളതും അതും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു ഈ സംഖ്യകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് RSS ഉണ്ടാക്കുന്ന പത്മവ്യൂഹം പോലെ ട്രംപ് ഉണ്ടാക്കിയ പത്മവ്യൂഹത്തിൽ കണ്ണും തള്ളിയിരിക്കുന്ന മോദിജിനെ ഇപ്പോൾ നമ്മൾ കണ്ടു. അവസാനം ട്രംപ് എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് മോദിജി വന്ന് ട്വീറ്റ് ചെയ്തില്ല. നിങ്ങൾ ആ ട്വീറ്റ് കണ്ടിരുന്നോ? മോദിജിക്ക് അതായത് പഴയ ഫ്രണ്ടിന് വീണ്ടും ഫ്രണ്ടാക്കി എന്നും പറഞ്ഞ് മോദിജി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തോടു കൂടി വീണ്ടും സംഖ്യകൾ നമ്മുടെ ട്രംപിൻ്റെ പുതിയൊരു അമ്പലം പണിയാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങ് ഉത്തരേന്ത്യയിലട്ടോ, ഇവിടെ ഒന്നുമില്ല. അതായത് മോദിജി വീണ്ടും ഫ്രണ്ടാക്കി കരുതി അല്ലെങ്കിൽ ഫ്രണ്ടാക്കി ട്രംപിനെ എടുത്ത സ്ഥിതിക്ക് വീണ്ടും ചിലപ്പോൾ നമ്മളൊരു അമ്പലം കൂടി ട്രംപിന് വേണ്ടി പണിയുമായിരിക്കും. അപ്പം പുട്ടിന് വേണ്ടി നമ്മൾ പണിത അമ്പലം മിക്കവാറും അപ്പുറത്ത് പൊളിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇതിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഏതാണെങ്കിലും ട്രംപിൻ്റെ ആ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നോ? വലിയ പോസ്റ്റാട്ടോ അത് വായിക്കണേ കുറേ പണിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇറ്റ് വാസ് ആൻ ഹോണർ ടു സ്പീക്ക് വിത്ത് പ്രൈം മിനിസ്റ്റർ മോദി. പ്രൈം മിനിസ്റ്റർ മോദി ഓഫ് ഇന്ത്യ ദിസ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാവിലെയാണ് മോദി ട്രംപിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഹി വാസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ആൻഡ് എ പവർഫുൾ റെസ്പെക്റ്റഡ് ലീഡർ ഓഫ് ഹിസ് കൺട്രി. കറക്റ്റാ, വേൾഡ് നിട്ടിട്ടില്ല, ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. ഈ സ്പോക്ക് അബൌട്ട് മെനി തിങ്സ് ഇൻക്ലൂഡിങ് ട്രേഡ് ആൻഡ് എൻഡിങ് ദ വാർ ഓഫ് റഷ്യ ആൻഡ് ഉക്രൈൻ. അപ്പോൾ നമ്മൾ റഷ്യ വാർ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു. നമ്മൾ എന്താ പറയുക ട്രേഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം നമ്മൾ റഷ്യൻ ഓയിൽ, he agreed to stop buying Russian oil. Russian oil. And to buy much more from United States and potentially Venezuela. അപ്പോൾ വെനിസ്വേലയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ വാങ്ങിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ട്രംപ് എണ്ണം പറഞ്ഞ പോലെ ഓംബ്ര ഞാൻ കാലി ഷൂ നക്കിയിരിക്കുന്നു എന്ന് അതും കൂടെ സമ്മതിച്ചിരുന്നുണ്ട്. ദിസ് വിൽ ഹെൽപ്പ് ആൻഡ് ദ വാർ ഇൻ യുക്രൈൻ. അതുകൊണ്ടാണ് വാർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇന്ത്യ അവിടെ നിന്ന് വാങ്ങാതെ റഷ്യക്ക് പൈസ കിട്ടാണ്ട്, റഷ്യ എന്താ പറയുക നക്കാപ്പിച്ച പൈസ കിട്ടാണ്ട് കഷ്ടപ്പെട്ട് റഷ്യ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്തും. which is taking place right now with the thousands of dying each. പിന്നെ റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഉക്രൈനിലെ കാര്യങ്ങളെ പറ്റി മൂപ്പർ സംസാരിക്കുന്നു. ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റെസ്പെക്ട്
respect for Prime Minister Modi, and as per his request, effective immediately, we agreed to trade deal between the United States and India, whereby the United States will charge and reduce റെസിപ്രോക്കൽ താരിഫ്. അതായത് നമ്മൾ 25+25 നമുക്ക് ഫൈൻ ഇട്ട അല്ലെങ്കിൽ താരിഫ് വരെ നമ്മൾ അതായത് ലോവറിങ് ഇറ്റ് ഫ്രം 25 to 18 കുറച്ചു. They will likely wise move forward to reduce their tariff and non-tariff barrier against the United States to 0. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വെക്കുമ്പം 0 നമ്മൾ താരിഫ് അവർ തരികയില്ല എന്നും കൂടെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. The Prime Minister also committed to buy American at much higher level. നമ്മൾ അവിടുന്ന് സാധനങ്ങളുടെ ഇറക്കുമതി നമ്മൾ കൂട്ടും. അതായത് അമേരിക്ക ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഇറക്കുമതി നമ്മൾ കൂട്ടാമെന്നും കൂടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇൻ അഡീഷൻ ടു ഓവർ $500 billion ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് എനർജി, ടെക്നോളജി, അഗ്രികൾച്ചർ, കോൾ ആൻഡ് മെനി അതർ പ്രൊഡക്ട്സ്. അതായത് അവിടുന്ന് വരുന്ന എനർജി, അവിടുത്തെ എനർജി അതായത് കോള്, അതുപോലെ കൽക്കരി, പിന്നെ ടെക്നോളജി, അതായത് ഐ ടി എല്ലാ ടെക്നോളജി ഇട്ടോ അത് ഏതും എടുക്കാം, അഗ്രികൾച്ചർ, ഇതെല്ലാത്തിൻ്റെയും ഏകദേശം $500 billion അമേരിക്കൻ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കാര്യം. അതായത് അമേരിക്ക അവരുടെ കൃഷി സാധനങ്ങളും അല്ലെങ്കിൽ മറ്റ് ടെക്നോളജി സാധനങ്ങളും അവിടുത്തെ അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ വാങ്ങിക്കാം, 0% വാങ്ങിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ 40% കാർഷിക ഇതാണ് ഇന്ത്യയുടെ ടോട്ടൽ സർവീസ് പ്രൊഡക്ട്സിൻ്റെ. അപ്പോൾ അത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വലിയ പണി നമുക്കാണ്. അതും നമ്മുടെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ എന്ത് പറയും, അതൊന്നുമല്ല, കറക്റ്റ് ചെയ്ത് വിചാരിച്ചു, ഒന്നുമില്ല. നമ്മുടെ വണ്ടർഫുൾ ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപ് ടുഡേ. ഓക്കെ, delighted that made in India product will now have a reduced tariff of 18%. Big thanks to President Trump on behalf of the 1.4 billion people of India for the wonderful announcement. അപ്പോൾ ഇത് നിങ്ങൾ അനൗൺസ് ചെയ്തതിൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. 140 കോടി ജനങ്ങളും നിങ്ങളോട് നന്ദി പറയുന്നു. അത് 50% 18% ആക്കി എന്ന് ട്രംപ് അഗ്രി ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച അവസാനം ഞാൻ കാല് പിടിച്ചു. ട്രംപ് അഗ്രി ചെയ്തിട്ടുണ്ട്. വെൻ ടു ലാർജ് എക്കണോമീസ് പിന്നെ ചുമ്മാ പുള്ളിയുടെ തള്ളൽ മാത്രം, വേറെ ഒരു സാധനങ്ങൾ പുള്ളി മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഇപ്പോൾ ട്രംപ് പറഞ്ഞ പോലെ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കും, വെനിസുലയിൽ നിന്ന് വാങ്ങിക്കും, റഷ്യയിൽ നിന്ന് വാങ്ങിക്കില്ല. അവരുടെ പ്രോഡക്റ്റ് 0% താരിഫിൽ ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കും. അതിൽ കോൾ ഉണ്ട്, അതിൽ അഗ്രികൾച്ചർ ഉണ്ട്, അതിൽ ടെക്നോളജി ഉണ്ട്, അതിൽ അവരുടെ പ്രൊഡക്റ്റ് മൊത്തം ഉണ്ട്. ഏകദേശം $500 billion സാധനങ്ങൾ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് അവർ ഇറക്കും. അതൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു താങ്ക്സും പറഞ്ഞ് പുഞ്ചമടക്കി നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള 2 കാര്യങ്ങൾ. ഇനി നിങ്ങൾ പറയും ഇവിടെ കറക്റ്റ് ഇത് നടക്കുക തുടക്കം മുതലേ നടക്കാൻ വേണ്ടിയിരുന്നത്. ഈ നടക്കാന്നുള്ളതിൻ്റെ അവസ്ഥയിലോട്ട് എന്തൊക്കെ അല്ലാത്ത പണികൾ ഇന്ത്യയിൽ കിട്ടി, വിസയുടെ പണികളും ഈ പണികൾ ഇപ്പം അവരുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിലോട്ട് ഇറക്കുന്ന പണി, സകല പണിയും വാങ്ങിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി കാണിച്ചത്. അപ്പം ഇനിയെങ്കിലും സംഘിക്കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം, നടക്കൂല. നിങ്ങൾ എന്തൊക്കെ തള്ളും കാര്യം അത് വിവരമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലായി. അതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കണക്ക്. അതിന് 2 ആഴ്ച കൊണ്ട് 18 ലക്ഷം കുത്തുപാളെടുക്ക് കിടക്കണം നമ്മുടെ മാർക്കറ്റ് പോലും നേരെ തിരിച്ചു വരുന്ന അവസ്ഥയിലോട്ട് അത് അമേരിക്കയിലുള്ള ഒരൊറ്റ ട്രേഡ് വന്നുകൊണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ ലോകം എന്താണ്, ലോകക്രമങ്ങൾ എന്താണ്. അല്ലാണ്ട് വിശ്വഗുരു പറയുന്ന വിശ്വകള്ളത്തരങ്ങൾ, വിശ്വമൂഞ്ചിരിക്കുന്ന നിങ്ങളെക്കൊണ്ട് ഇങ്ങനെ താങ്ങി നടക്കുക എന്നല്ലാണ്ട് ഒരു കോണം നിങ്ങളെക്കൊണ്ട് രാജ്യത്തിനില്ല എന്നുള്ളത് മനസ്സിലാക്കുക.